ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സബാനഹി. അപ്പോൾ ഇതാ കുറേ നാളത്തെ ശേഷം നമ്മൾ ഒരു വ്ളോഗായിട്ട് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ വേറൊന്നുമല്ല, എനിക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മാഷാ അല്ലാ, എൻ്റെ 2 രാജകുമാരികൾക്കും പാടെ ഞങ്ങൾക്കൊരു രാജകുമാരനെ തന്നു. അപ്പോൾ അങ്ങനെ അവനിക്ക് പേരിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 40 ഗുളിയൊക്കെ കഴിഞ്ഞ് പേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊന്നാനിക്ക് പോവുകയാണ് കേട്ടോ. ഒന്നുമില്ല, ഞാൻ ഒരു ആൺകുട്ടിയാണെങ്കിൽ അവിടെ വന്നിട്ട് ഇടാമെന്നൊരു മനസ്സിൽ ഇത് കണ്ടു, അങ്ങനെ പോവുകയാണ്. നമ്മുടെ വണ്ടി തന്നെയാണ് കേട്ടോ പോണത്, ഓട്ടോറിക്ഷയിലാണ് പോണത്. ഞാനും ഉമ്മയും പിന്നെ താത്തയും അങ്ങനെ ഓട്ടോയിൽ, പിന്നെ ഇക്കാൻ്റെ മച്ചാനും പിന്നെ ഇപ്പയും പാടെ അങ്ങനെ വണ്ടിയിലും സ്കൂട്ടിയിലാണ് കേട്ടോ പോണത്. നമ്മൾ പോണ വഴിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ന്യൂസിലൊക്കെ കണ്ടു ഇങ്ങനെ വെള്ളപ്പൊക്കമാണ്, വെള്ളമാണ്, ഇപ്പോൾ കുറേ ഇടഞ്ഞാറല്ലേ, അപ്പോൾ അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയി വീട് എത്തണ വരെ. അപ്പോൾ ഇതാ അങ്ങനെ കുട്ടീനെയും കൊണ്ട് അവൻ്റെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇതാ മെഹനു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് രണ്ടാളും മാറി മാറി കയറുകയാണ് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ഇതാ മാഷാ അല്ലാ, എൻ്റെ കുട്ടീൻ്റെ കുഞ്ഞിക്കാല് അവൻ്റെ ആദ്യത്തെ യാത്രയാണ്, അതും ലോങ് യാത്രയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ അത് പോണത്. കുറേ എനിക്ക് ഇടയിലിടയിൽ വീഡിയോ എടുക്കണതേ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ എടുത്ത ക്ലിപ്പുകൾ അങ്ങനെ ഇടുകയാണ്. നമ്മളപ്പോൾ ആദ്യം പുത്തൻപള്ളിക്ക് പോയി, പിന്നെ എനിക്ക് പള്ളി ആയതുകൊണ്ട് എടുക്കാനുള്ളൊരു എന്താ പറയുക, അതൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. എന്തായാലും പടച്ചോൻ പുറത്ത് തരണം, എനിക്ക് എടുക്കാൻ പാടില്ല എന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ കുട്ടികളുടെ ഒരു ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേര്. പിന്നെ ആണുങ്ങൾക്ക് അപ്പുറത്ത് കൂടെ കയറാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾ വേറെ ഭാഗത്താണ്. അപ്പോൾ ഇക്കാലത്ത് കുട്ടീനെ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ അവനിക്ക് നമ്മൾ ചീരണിയും പട്ടും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജാരത്തിൽ ഇങ്ങനെ അണിയും ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുട്ടീനെ ഇക്കാനൊക്കെ ഒന്ന് ഒഴിയാണ്. പിന്നെ നമ്മൾ മേടിച്ചിട്ട് പോയ പട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇപ്പോൾ ജാരത്തിൽ നമ്മൾ അണിഞ്ഞു കൊടുത്തു, തങ്ങൾക്ക് അണിഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് കുട്ടീനെ ഒന്ന് കൊടിയിൽ ഒഴിയിക്കുക അങ്ങനെ എന്തോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ ഇത് അങ്ങനെ ഒരു ഇത് ചെയ്യാണ്. എനിക്ക് എന്താണെന്നറിയില്ല. ഒരു ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ 2 പെൺകുട്ടികളെയും 40 ഗുളി കഴിഞ്ഞിട്ട് തെരുവത്ത് പള്ളിക്കാണ് കേട്ടോ പോയത്. ഇവനും ഞാൻ 39, ആൺകുട്ടികൾക്ക് 39 എന്നല്ലേ പറയുക. അപ്പോൾ ഇന്നലെ 39 തെരുവത്ത് പള്ളി പോയിട്ടോ. അപ്പോൾ ഇന്ന് 40 ആയപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടിക്ക് പേര് വന്നിട്ട് മുഹമ്മദ് യസാൻ മെഹക്ക് എന്നാണ് കേട്ടോ. യസാനു എന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ പേരൊക്കെ ഇട്ടു, ചെവിയിൽ പേരൊക്കെ വിളിച്ചു, അങ്ങനെ പേരിട്ടു കേട്ടോ എന്നുള്ളൊരു ആക്ഷനാണ് അത് കണ്ടത്. പിന്നെ അത് അവിടെ നിന്ന് ചീരണി മരുന്ന് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതാണ് നമുക്ക് തരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ അതിനെയൊക്കെ തലയിലും വായിലൊക്കെ വെച്ച് വിട്ടു, കുട്ടികൾക്ക് വെച്ച് വിട്ടു കേട്ടോ. പിന്നെ കുട്ടിക്ക് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ മുനമ്പത്ത് ബീവിയില്ലേ അങ്ങോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മാഫ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ അവരവിടെ ചീരണി എന്തൊക്കെ മേടിക്കുകയാണ് കേട്ടോ, ഇവിടേക്കുള്ള പട്ടും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണ്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ പള്ളിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിലേക്ക് പോയി, പള്ളിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോയി. പോയി എത്തി വീടെത്തണ വരെ നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ടെൻഷൻ അടിച്ചു, മഴയൊക്കെ അല്ലേ, പോകാൻ പറ്റുമോ, പിന്നെ ഓട്ടോയിലും അല്ലേ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ശരി വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ തന്നെ സ്വന്തം വണ്ടി ഉണ്ടല്ലോ കൊണ്ട് അങ്ങനെ പോകാൻ കേട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലപോലെ വീടെത്തി. അപ്പോൾ അവിടേക്ക് മേടിച്ച് ചീരണികളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കൊടുത്ത് അതും ജാരത്തിലേക്ക് നമ്മൾ ഉസ്താദ് അണിയാണ്. അങ്ങനെ അതും ചെയ്തിട്ട് കുട്ടികളെ ഒന്ന് ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒരു ബീച്ചിലേക്കും കുറച്ച് നേരം ഒന്ന് പോയി. ആരോ പറയും പോലെ ഇത് മാനുവിൻ്റെ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞു. പക്ഷേ ചെറുപ്പത്തിലായിരുന്നു, 4 മാസം പ്രായമുള്ള സമയത്തായിരുന്നു. മെഹഫൂൻ്റെയും നമ്മുടെ എസാനു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ എസാനുവിൻ്റെയും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ബീച്ച് എക്സ്പീരിയൻസ്. അതിൻ്റെ ഇടയിൽ കൂടെ അവരെന്തൊക്കെയോ മേടിച്ച് തിന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കണ തിരക്കാണ് കേട്ടോ. കുട്ടി നല്ല ഉറക്കത്തിലാണ്. അവനും ഒരു കുഴപ്പം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീട് എത്തിക്കഴിഞ്ഞിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഈ വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്, ക്ലിയർ ഇല്ല കേട്ടോ. വെള്ളം കൊണ്ടാണ് തോന്നുന്നു ക്യാമറയിൽ. അപ്പോൾ അത് കുറച്ച് ക്ലാരിറ്റി കുറവാണ് കേട്ടോ. നമ്മൾ നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ ആ തണുപ്പ് വെള്ളത്തിൻ്റെ ഒരു ഇത് കാരണം നമുക്ക് അങ്ങനെ ചൂടറിഞ്ഞില്ല. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് എല്ലാവരും പാടെ ചില്ല് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഉമ്മാൻ്റെ കൂടെയും പിന്നെ എല്ലാവരും പാടെ അങ്ങനെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. എന്താ പറയുക, മാഷാ അല്ലാ സന്തോഷമായി. അങ്ങനെ അവൻ്റെ ഇതൊരു പേരിടൽ നമ്മൾ ചടങ്ങ് പറഞ്ഞ പോലെ കഴിഞ്ഞു. പിന്നെ അവർക്ക് ഡ്രസ്സൊക്കെ ഊരി കൊടുത്തോട്ടോ, ഫുൾ അഴുക്കാക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിലേക്ക് അങ്ങോട്ട് വിട്ടു. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് കുട്ടീൻ്റെ അടുത്ത് പറയണം കേട്ടോ, നമ്മൾ നിന്നെയും കൊണ്ട് വന്നിട്ടുണ്ട്, നിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്, ആദ്യം പള്ളിക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയണം. ഇതൊക്കെ വലുതാകുമ്പോൾ അവനിക്ക് കാണാൻ പറ്റും. ഞാൻ ഓരോന്നും കുട്ടികളുടെ ഇങ്ങനെ എടുത്ത് വലിയ ആളുടെ 6 വർഷമായിട്ട് എടുത്തതും ഇപ്പോഴും അവൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒരു മെമ്മറീസാണ്. അപ്പോൾ അതൊക്കെ നമ്മളായിട്ടുള്ള വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാലത്ത് റൊമാൻറ്റിക്കായിട്ടൊന്ന് നോക്കുക പറഞ്ഞപ്പോൾ ഒരു ആക്ഷൻ കാട്ടിയതാണ്, ഇതാണ് റൊമാൻറ്റിക് പറഞ്ഞിട്ട്.
പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ പിന്നെ തിരിച്ച് വരും. ഇത് കഴിഞ്ഞു കേട്ടോ, നമ്മൾ അവിടെ അധികം നിന്നില്ല, വെയിലായതുകൊണ്ട് നിന്നില്ല. പിന്നെ ഇത് ഒരു മണിയൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ പോയതുകൊണ്ട് നേരത്തെ എത്തി അവിടെ. പിന്നെ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, വീടെത്താൻ മതി എന്നായിരുന്നുള്ള അവസ്ഥയായിരുന്നു എല്ലാവർക്കും കേട്ടോ. പിന്നെ അതായത് തലേന്ന് നമ്മൾ 39 എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. നമ്മുടെ മാഷാഅല്ലാഹ് ബേബി കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.